എൻ്റെ ഉമ്മാമൊക്കെ ഉണ്ടല്ലോ പണ്ട് വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്നാലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ട് അധിക സമയങ്ങളിലും രാവിലെയൊക്കെ ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ നമ്മളെന്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ എണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് നന്നായി അതിലേക്ക് വലിയുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശരിക്കും ഇങ്ങനെ കുറേ സാധനങ്ങളൊന്നും വേണ്ട. വലിയുള്ളി, പച്ചമുളക്, തേങ്ങ, മുട്ട ഇത്രയും മാത്രം മതി. എങ്കിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ചെറിയുള്ളി ഇടുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ചെറിയുള്ളി കുറേ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5-6 എണ്ണം മുറിച്ചെടുക്കുക. ഇനിയിപ്പോൾ വലിയുള്ളി ആണെങ്കിൽ ഒരു പകുതി കഷ്ണം വലിയുള്ളി മതി. എന്നിട്ട് എരിവ് ആവശ്യത്തിനുള്ള നോക്കിയിട്ട് ഇടുക. അപ്പോൾ ഭയങ്കര എരിവുള്ള വേണ്ട ആൾക്കാരാണെങ്കിൽ ഒരു 3-4 പച്ചമുളക് ഇടുക. അല്ലാത്തവരാണെങ്കിൽ ഒരു 2 പച്ചമുളക് ഇട്ടാൽ തന്നെ മതിയാവും. അത് നന്നായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെക്കുക. അപ്പോഴേക്ക് നമ്മൾ തേങ്ങ അരച്ചിരിക്കണം. തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ച് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങയിലും കൂടെ കുറച്ച് ഇട്ടതുകൊണ്ട് ഇതിൽ ഇടണമെന്നില്ല. അപ്പോൾ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി ഇട്ടാൽ മതി, കൂടുതലായിട്ടൊന്നും ഇടണ്ട. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് വേറെ ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല. തക്കാളിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നും. അപ്പോൾ ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് നല്ലോണം വാടി വന്ന സമയത്ത് നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെച്ചിട്ട് തേങ്ങ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറിയുടെ പകുതി ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട കൂടി ഒഴിച്ചെടുക്കേണ്ട ഒരു പണിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്രയ്ക്കും എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാർക്ക് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 മുട്ടയ്ക്കുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്കൊന്ന് കുറച്ച് സമയം ഈ മുട്ട ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി മൂടി വയ്ക്കാം. അപ്പോഴേക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പത്തിരിക്കോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ പൂരിക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ പത്തിരിൻ്റെ കൂടെ കഴിക്കുന്നതാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ്. ഇത് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിനുണ്ട് എല്ലാവരും എല്ലാത്തിനും കൂടി കൂട്ടി കഴിക്കും. പക്ഷെ പത്തിരിക്കൊരു വേറെ തന്നെ ടേസ്റ്റാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഇത് വേഗം പെട്ടെന്ന് തന്നെ വേവും, വെറും 2 മുട്ട ആയതുകൊണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.